അപ്പൊ നമുക്ക് നോക്കാല്ലേ? ഇതെന്താ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു വെടിക്കെട്ട് ചെണ്ടവേളോ? ഇത് ഈ നാട്ടുകാരുടെ മനസ്സിന്റെ ഒരു സന്തോഷ പ്രകടന. എന്തേ എല്ലാവർക്കും ഭ്രാന്ത്? അയ്യോ, ഇന്ന് അതിരാവിലെ സംഭവിച്ചൊന്നും ജനാർദ്ദനെ കുറിപ്പ് പറഞ്ഞില്ലേ? എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മേയറായിട്ട് ഇവരെ തീരുമാനിച്ചപ്പോൾ ആ ദിവസം തന്നെ ഒരു ഇന്റർവ്യൂ റിപ്പോർട്ടർ ആര്യ രാജേന്ദ്രന്റെ ബാക്ക് ഹിസ്റ്ററി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാർട്ടിയിൽ നിന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ കൗൺസിലറായത്. ഇപ്പോൾ യാദൃച്ഛ്യമായി ഞാൻ മേയറായി. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യിച്ചു. പക്ഷെ എന്റെ ആഗ്രഹം എനിക്ക് ഒരു MBA പഠിക്കണം. MBA കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പോകണം. അതിൽ തന്നെ ഞാൻ IPS ആണ് പ്രിഫർ ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞു കൊടുക്കി. ഇപ്പം പൂതി പറയണല്ലേ? ഞാൻ IPS ആണ് പ്രിഫർ ചെയ്യുന്നത്. മനസ്സിലായി. പൊന്നോ ഒടുക്കത്താ. പിന്നെ പരിശോധിച്ചപ്പോൾ ഇവരുടെ അക്കാഡമിക് ക്രെഡൻഷ്യൽ എന്തൊക്കെയാണ് അന്ന് പരിശോധിച്ചു. അന്ന് തന്നെ പരിശോധിച്ചു. വേണ്ടായിരുന്നു. LBS പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ പഠനം തുടരാൻ കഴിയില്ലായിരിക്കാം. എന്തായാലും അവിടെ നിന്ന് TC വാങ്ങിച്ചിരിക്കണം. TC വാങ്ങിച്ച് ഓർട്സ് സയൻസ് കോളേജിൽ അടുത്ത വർഷം ചേർന്നു. അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. എന്താ കാണണോ? മാത്തസിന് 0 മാർക്കാണ്. സെക്കൻഡ് സെമിസ്റ്ററിൽ മലയാള ഗദ്യ സാഹിത്യത്തിന് 7 മാർക്കാണ്. ഇങ്ങനെയുള്ള ഒരാളിനെയാണ് CPM മേയറായി നിയമിക്കുന്നത്. മാത്രമല്ല അവർക്കൊരു പ്രൊജക്ഷൻ കൊടുക്കുകയാണ്, ഭാവിയിൽ IAS ആണ് IPS ആണെന്ന്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.